ഹായ് ഓൾ, ഞാൻ ആൻവി. ഇന്നൊരു മൂവി ജേണൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അതുപോലെ ഒരു മൂവി ജേണലിങ്ങും ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പൈറൽ ബൈനഡ് ബുക്കാണ് ഞാൻ മൂവി ജേണലായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ബുക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അൺറോൾഡ് പേജസ് ആണുള്ളത്. അതുപോലെ പേപ്പേഴ്സിനൊക്കെ നല്ല കട്ടിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജേണലിങ്ങിന് ബെസ്റ്റ് ആയിരിക്കും ഇത്. മൂവി ജേണൽസിൽ പേര് പോലെ തന്നെ നമ്മൾ കാണുന്ന മൂവീസിൻ്റെ ഡീറ്റെയിൽസും റിവ്യൂസും ഒക്കെയാണ് എഴുതാറ്. ഞാൻ എൻ്റെ ഈ ഒരു ജേണലിൽ തിയേറ്ററിൽ പോയിട്ട് കാണുന്ന മൂവീസ് മാത്രം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ജേണൽ തുറന്നു വരുന്ന ഫസ്റ്റ് പേജിൽ ഒരു ബേസ് വർക്ക് ചെയ്തിട്ട് മൂവി ജേണൽ ഓഫ് ആൻവി എന്നൊരു ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ഞാനൊരു മൂവി ഹോളിക് ആയിട്ടുള്ള ആളാണ്. അതായത് ഞാൻ ഒത്തിരി മൂവീസ് കാണാറുണ്ട്. പക്ഷേ എനിക്ക് തിയേറ്ററിൽ പോയിട്ട് കാണുന്ന മൂവീസ് തന്നെയാണ് എപ്പോഴും എൻ്റെ ലൈഫിൽ സ്പെഷ്യലായിട്ട് തോന്നാറ്. അത് ആ മൂവിയുടെ സ്പെഷ്യാലിറ്റി കൊണ്ട് മാത്രമല്ല, തിയേറ്ററിൽ പോയിട്ട് ഒരു മൂവീസ് കാണുന്നത് മിക്കപ്പോഴും ഒന്നെങ്കിൽ ഫാമിലിയുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മൂവി കാണുന്ന ആ ഒരു ഡേയിൽ ഒത്തിരി മെമ്മറീസ് ഉണ്ടാവും. ടൈറ്റിൽ പേജിൻ്റെ ലെഫ്റ്റായിട്ട് വരുന്ന സെക്ഷനിൽ ഒരു പോക്കറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മൂവി ടിക്കറ്റ്സോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ ഈ പോക്കറ്റിൽ കീപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ കവറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്ന 2 പേജസ് ഇൻഡെക്സ് പേജസ് ആയിട്ട് എടുക്കാനായിട്ടാണ്. കുറച്ച് വർക്ക്സ് ചെയ്തിട്ട് ഇൻഡെക്സ് പേജ് എന്നുള്ള ടൈറ്റിൽ എഴുതിയെടുക്കുന്നുണ്ട്. ഇൻഡെക്സ് പേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്ന 2 പേജസിൽ മൂവീസ് വാച്ച്ഡ് എന്നുള്ള ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പേജിൽ എന്നിട്ട് കാണുന്ന മൂവീസിൻ്റെ ഒക്കെ പോസ്റ്റേഴ്സ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കളക്ഷനായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പേജിലും കുറച്ച് വർക്ക്സ് ഒക്കെ ചെയ്തിട്ട് മൂവീസ് വാച്ച്ഡ് എന്നുള്ള ടൈറ്റിൽ കൊടുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പേജിൻ്റെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഈ പുതിയ മൂവി ജേണൽ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മൂവി ജേണലിംഗ് ചെയ്യാം. കുറുപ്പ് മൂവിയുടെ മൂവി ജേണലിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. എനിക്കറിയാം ഇത് ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടെന്ന്. ഞാൻ മൂവി ഇറങ്ങിയ ടൈമിൽ തന്നെ, അതായത് നവംബറിൽ തന്നെ തിയേറ്ററിൽ പോയിട്ട് കണ്ടതായിരുന്നു മൂവി. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ജേണലിംഗ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഈ മൂവി വെച്ചിട്ട് തുടങ്ങണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കൊറോണ കഴിഞ്ഞിട്ട് ഫസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് ഞാൻ കാണുന്ന മൂവിയാണ് കുറുപ്പ്. അതുകൊണ്ട് ഇത് വെച്ച് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻഡെക്സ് പേജിൽ സീരിയൽ നമ്പർ ഇട്ടിട്ട് മൂവി നെയിമും മൂവി ലാംഗ്വേജും അതുപോലെ മൂവി കണ്ട ഡേറ്റും ഒന്ന് എഴുതിയെടുക്കുന്നുണ്ട്. മൂവീസ് വാച്ച്ഡ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ ഒട്ടിക്കുന്നതിനായിട്ട് ഞാൻ കുറുപ്പിൻ്റെ ഒരു പോസ്റ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാണ്. അടുത്ത് വരുന്ന ഈ ഒരു പേജിൽ നമുക്ക് ജേണലിംഗ് ചെയ്യാം.
അപ്പോൾ കുറുപ്പ് മൂവിയുടെ തിയേറ്റർ ടിക്കറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒട്ടിക്കുന്നതിനായിട്ടും പോസ്റ്ററിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പേപ്പറിലേക്ക് മൂവി കണ്ടതിൻ്റെ ഡീറ്റെയിൽസ് ചെറുതായിട്ടൊന്ന് എഴുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൂവി ജേർണലിങ്ങിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഡേറ്റർ സ്റ്റാമ്പ് ഉപയോഗിച്ച് ഈ മൂവി കണ്ട ഡേറ്റ് ഒന്ന് സ്റ്റാമ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ജേർണലിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എം ടി ആയിട്ട് കിടക്കുന്ന സ്പേസസ് ഒക്കെ ഒന്ന് വാഷി ടേപ്പ് വെച്ച് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ മൂവി ജേർണലിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായി എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കൂടെ ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.